എറണാകുളം കോതമംഗലത്ത് MDMA-യുമായി പെൺകുട്ടിയും യുവാവും എക്സൈസിന്റെ പിടിയിൽ. ഇടുക്കി സ്വദേശിനി റിസാന ഫാത്തിമ, കോതമംഗലം ഇരമല്ലൂർ സ്വദേശി അനന്തു പ്രസാദ് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. ബംഗളൂരുവിൽ നിന്നും കോതമംഗലത്ത് കോളേജ് വിദ്യാർത്ഥികൾക്കിടയിൽ വിൽപ്പനയ്ക്കായി കൊണ്ടുവന്നതാണ് MDMA. അർജുൻ മട്ടന്നൂർ വിവരങ്ങളുമായി. അർജുൻ, രണ്ടുപേരെയും പിടികൂടിയിരുന്നതിൽ നിന്നും എന്താണ് ഇപ്പോൾ അറിയാനാകുന്നത്? ഇവർ എവിടേക്കൊക്കെയാണ് ഇത് വിതരണം ചെയ്യാൻ എത്തിച്ചത്? സ്മൃതി, നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായുള്ള സ്പെഷ്യൽ ഡ്രൈവിംഗിനോടനുബന്ധിച്ച് കോതമംഗലം ടൗൺ അടക്കമുള്ള മേഖലകളിൽ നടത്തിയ പരിശോധനയിലാണ് എക്സൈസ് രണ്ടുപേരെ പിടികൂടിയിട്ടുള്ളത്. കോതമംഗലത്തെ കോളേജ് വിദ്യാർത്ഥികൾക്കിടയിൽ വേണ്ടി വിൽപ്പനക്കായി വേണ്ടി കൊണ്ടുവന്നതാണ് MDMA എന്നാണ് എക്സൈസ് പറയുന്നത്. 37.229 ഗ്രാമോളം വരുന്ന MDMA-യുമായിട്ടാണ് രണ്ടുപേരെ പിടികൂടിയത്. 18 വയസ്സ് മാത്രം പ്രായമുള്ള ഇടുക്കി സ്വദേശിനിയായ റിസാന ഫാത്തിമ, ഒപ്പം സുഹൃത്തായ കോതമംഗലം എരമല്ലൂർ സ്വദേശിയായ 24-കാരൻ അനന്തു പ്രസാദ് എന്നിവരെയാണ് ഇപ്പോൾ എക്സൈസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. പ്രതികൾ മയക്കുമരുന്ന് ഇടപാടുകൾക്ക് വേണ്ടി ഉപയോഗിച്ചിരുന്ന 3 മൊബൈൽ ഫോണുകളും എക്സൈസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇടുക്കി സ്വദേശിയായ ഈ പെൺകുട്ടി കോതമംഗലത്തെ ഒരു സ്വകാര്യ പ്രൊഫഷണൽ കോളേജിൽ പഠനത്തിനായി വന്ന ഏതാനും മാസങ്ങൾക്ക് മുൻപ് ഈ പഠനം ഉപേക്ഷിച്ച് മയക്കുമരുന്ന് വിൽപ്പനയിലേക്ക് തിരിയുകയായിരുന്നു എന്നാണ് എക്സൈസ് പറയുന്നത്. ശരി.